PMC പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാർ. പദ്ധതി തുടരാൻ സർക്കാർ നിർബന്ധിതരെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഉപസമിതി റിപ്പോർട്ടിന് ശേഷം തുടർ നടപടിയെടുക്കും. പദ്ധതിയിൽ മുൻ സർക്കാർ ഒപ്പിട്ടിരുന്നു. കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാനുണ്ട്. PMCയിൽ BJP ഇതര സംസ്ഥാനങ്ങളുമായി ഒരുമിച്ചു നീങ്ങും. കരിക്കുലത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഉറപ്പാക്കി മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു. സംസ്ഥാന സർക്കാരിനെ ബാധിക്കാത്ത തരത്തിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ നമുക്കുള്ള ആ വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, സർക്കാരിനുള്ള അവകാശങ്ങൾ ബലികഴിക്കാതെ എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നതിന്. PMC പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിൻ്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി, മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. അവർ റിപ്പോർട്ട് സമർപ്പിക്കും. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, ഏറെ വിശദീകരിക്കുന്നുണ്ടെങ്കിലും അതിന് ചുരുക്കം ഇതാണ്: PMCയുമായി മുന്നോട്ട്. മാധു, അങ്ങനെയാണ്. UDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ PMC പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള സർക്കാർ തീരുമാനത്തെ കടുത്ത എതിർപ്പ് ഉയർത്തി പ്രതിരോധിക്കാൻ ശ്രമിച്ചതാണ്. പിന്നീട് UDF അധികാരത്തിലെത്തിയ ഘട്ടത്തിൽ PMC പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുകയാണ്. കാരണം മുൻ സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ഈ എഗ്രിമെന്റ് അത് റദ്ദാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് മുന്നിൽ PMC പദ്ധതി സംബന്ധിച്ച നടപ്പിലാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ചില ഇളവുകൾ ആവശ്യപ്പെടാനുള്ള നീക്കമാണുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീന്റെ അധ്യക്ഷതയിൽ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചത്. അതിൽ 4 മന്ത്രിമാരുണ്ട്: റോജി M. ജോൺ, PC വിശ്വനാഥ്, ഒപ്പം M. ലിജു. ഈ 4 മന്ത്രിമാരും ചേർന്ന് PMC പദ്ധതിയിൽ എന്തൊക്കെ ഇളവുകൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉന്നയിക്കണം എന്നതിനെ കുറിച്ച് ഒരു പഠനം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ട് അത് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ആലോചനയാണ് സർക്കാരിന് മുന്നിൽ. അതിൽ പ്രധാനപ്പെട്ടത് ഈ PMC പദ്ധതി നടപ്പിലാക്കുമ്പോൾ നിലവിലെ പാഠ്യപദ്ധതി അത് കേന്ദ്ര സർക്കാരിന്റെ പാഠ്യപദ്ധതി നടപ്പിലാക്കേണ്ടി വരും. അതിന് പകരം കരിക്കുലത്തിൽ ഇടപെടാൻ പാടില്ല കേന്ദ്ര സർക്കാർ. അത് സംസ്ഥാനത്തിന്റെ അധികാരമാണെന്ന നിലപാട് അവിടെ ഉന്നയിക്കും. അതിനൊപ്പം തന്നെ ഏതൊക്കെ വിദ്യാലയങ്ങളിൽ PMC പദ്ധതി നടപ്പിലാക്കണം എന്നതിന്റെ അധികാരവും അത് തീരുമാനിക്കാനുള്ള അധികാരവും സംസ്ഥാനത്തിന് അനുവദിക്കണം എന്നീ ആവശ്യങ്ങളായിരിക്കും പ്രധാനമായി ഉന്നയിക്കുക. എന്നാലും ഇത് അംഗീകരിച്ചില്ലെങ്കിൽ പോലും ഈ PMC പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടി വരും എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന്റെ മുന്നിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെച്ചാലും അത് അംഗീകരിച്ചില്ലെങ്കിലും PMC പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നിർണായക തീരുമാനത്തിലേക്ക് എത്തുകയാണ്. കാരണം PMC പദ്ധതി വഴി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് വലിയ തോതിൽ സാമ്പത്തിക സഹായം വരും. അത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നത്. പക്ഷേ ഈ പണം ലഭിക്കണമെങ്കിൽ PMC പദ്ധതിയിൽ ഒപ്പുവെക്കുമ്പോൾ അവിടെ അംഗീകരിച്ച മാനദണ്ഡങ്ങൾ നടപ്പിലാക്കേണ്ടി വരും എന്നതാണ് പ്രധാനം. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.